അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മസാലപ്പൊടീൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മളൊരു മെയിൻ മസാല ആണെന്ന് തന്നെ പറയാം. നമ്മളൊരുവിധം എല്ലാ കറിക്കും ഉപയോഗിക്കുന്ന ഒരു മസാല ആണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സാധാരണ വറുത്ത മസാല എന്നോ ഇറച്ചി മസാല എന്നൊക്കെയാണ് പറയൽ. നമ്മളെ മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ ഈ മസാലപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നല്ല കോഴിക്കോടൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബിസ്മില്ലാ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മസാലൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം പൊടിയും കാറ്റൊക്കെയാണ്. അപ്പോൾ ഇന്ന് അധികം കാറ്റൊന്നുമില്ലാത്ത പൊടിയൊന്നുമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. എന്നാലും നമ്മളിതൊന്ന് മൂടിയിട്ട് കൊടുക്കും. പെട്ടെന്ന് കാറ്റടിച്ചാൽ ഇതിലേക്ക് പൊടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് മൂടിയിട്ടിട്ട് ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. നമുക്കിനി വേഗം മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ കഷ്ണം പട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കറാമ്പൂ വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കറാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1.25 ടേബിൾ സ്പൂണാണ് ഏലക്കായ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടതാണ് പെരിഞ്ജീരകം. അത് ഞാനത് 2 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയ്ക്കുള്ളതൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നേരിയ തീയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള മല്ലിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പൈസസും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായും പിന്നെ പെരിഞ്ജീരകവും. ഇനി നമുക്കിതിലേക്ക് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾ ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല നേരിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണം. മല്ലീൻ്റെ ഒന്നും കളറ് വല്ലാതെ ഡാർക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല നേരിയ തീയിൽ വെച്ചിട്ട് മല്ലിയൊക്കെ നല്ലോണം ഒന്ന് ചൂടാവുന്ന അത്രയും നമ്മൾ വറുത്തെടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ പാത്രം എടുത്തതുകൊണ്ടാണ് 1 കിലോ ഒന്നായിട്ട് തന്നെ വറുത്തെടുക്കണത്. ചെറിയ പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ടിട്ടൊക്കെ വറുത്തെടുത്താലും മതി. നമ്മളിപ്പോൾ മല്ലിയൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിയൊക്കെ നല്ലോണം ഒന്ന് ചൂടാവണം അത്ര വറുത്താൽ മതി കേട്ടോ. ഒരു 8 മുതൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വറുത്ത് കിട്ടും. മല്ലി ഒന്ന് കയ്യിലെടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയാൽ ഒന്ന് പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ മല്ലിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് നമ്മൾ സാധാരണ ചോറ് വെക്കാൻ എടുക്കുന്ന അരി എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ അരി വറുത്തെടുക്കല്ലോ അതേപോലെ തന്നെ കുറച്ച് വേവുള്ള അരി ആകുമ്പോൾ ഒന്ന് കുതിർത്തെടുത്തിട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേഗത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അരിയും നല്ലോണം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മല്ലിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരി വറുത്ത് ചേർക്കുന്നത് കറിക്കൊക്കെ നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മുളകും കൂടെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് അരി വറുത്തതിന് ശേഷം പാത്രം നല്ല ചൂടിലാണുള്ളത്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാൻ. ഞാനിത് ഒരു 200 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ കൈയളവ് നോക്കുകയാണെങ്കിൽ ഒരു 5 പിടി മുളക് കേട്ടോ. ഈ ചൂടുള്ള പാത്രത്തിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നമ്മൾ മുളക് ചൂടായി കിട്ടും. നമ്മൾ മല്ലി വറുക്കുന്നതിൻ്റെ കൂടെ മുളക് ഇടാത്തത് മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മുളക് വേറെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുളകും നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ മസാലേൻ്റെ കൂട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് പൊടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് മില്ലിൽ കൊടുത്തിട്ടാണ് പൊടിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ നേരെ മില്ലിലേക്ക് പോവാണ്. നമുക്കിവിടെ സൂക്ക് വാക്കിഫിൽ തന്നെ നല്ലൊരു മില്ലുണ്ട്. മില്ല് മാത്രമല്ല അവിടെ ഒരുവിധം പലചരക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പും കൂടാണ്. ഇവിടുന്ന് നമുക്ക് അരിയും മുളകൊക്കെ പൊടിപ്പിക്കാം. മിനിമം 1 കിലോൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായാൽ മതി. ഞാൻ കുറച്ച് അരിയും മുളകും മഞ്ഞളും ഒക്കെ പൊടിപ്പിച്ചിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ആ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ളതൊരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് ബാക്കി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ നല്ല ഫ്ലേവറോട് കൂടി തന്നെ ഒരു 1.5 കൊല്ലം വരെയൊക്കെ ഉപയോഗിക്കാം. നമുക്കൊരുവിധം എല്ലാ കറിയിലും ഈ ഒരു മസാല യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു വറുത്ത മസാല ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസം തന്നെയാണ് കേട്ടോ. നമ്മൾ മീൻ കറിക്കും ഇറച്ചിക്കറിക്കും കോഴിക്കറിക്കും പിന്നെ ചില വെജിറ്റബിൾ കറി ഉണ്ടാക്കുമ്പോൾ വരെ ഈ ഒരു മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. ഇറച്ചിക്കറിയും കോഴിക്കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാലയും പെരിഞ്ജീരകമൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അതേപോലെ മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ച് കുറക്കണം കേട്ടോ. നമ്മൾ ഈ മസാലയിലും മുളക് ചേർത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ എരിവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം.
പിന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യം നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വേറെ പ്രിസർവേറ്റീവ്സോ എക്സ്ട്രാ ഫ്ലേവേഴ്സോ ഒന്നും നമ്മൾ ചേർക്കണില്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് നമ്മൾ പെരിഞ്ജീരകം. ഇത് ഞാൻ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ പെരിഞ്ജീരക പൊടി റെഡിമെയ്ഡായിട്ട് വാങ്ങലില്ല. എപ്പോഴും പെരിഞ്ജീരകം വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചെടുക്കലാണ്. നിങ്ങളെങ്ങനെയാണ് ചെയ്യൽ? പെരിഞ്ജീരക പൊടിയാണോ വാങ്ങൽ, അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിക്കലാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ പെരിഞ്ജീരകം കഴുകുമ്പോൾ നമുക്കൊരു മാജിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് കാണിച്ചു തരാം. വെള്ളം വാർത്തിയെടുക്കാൻ ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടോ? ഒരു 2 പ്രാവശ്യം കഴിക്കാലും ഇതേ കളറുള്ള വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടുക. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും പെരിഞ്ജീരകമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണേ.